കൊല്ലം ചക്കുവള്ളി ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭൂമി കയ്യേറി മത്സ്യമാംസാദികൾ വിൽക്കുന്ന പൊതു മാർക്കറ്റിന്റെ പ്രവർത്തനം. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയത് സർക്കാരും പോരുവഴി പഞ്ചായത്തും. കോടതി വിധി ക്ഷേത്രത്തിന് അനുകൂലമായിട്ടും ഭൂമി തിരിച്ചുപിടിക്കാതെ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചക്കുവള്ളി ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്ന് കയ്യേറിയത് ഏക്കർ കണക്കിന് ഭൂമിയാണ്. പോരുവഴി പഞ്ചായത്ത് കയ്യേറിയ ഭൂമിയിൽ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മത്സ്യമാംസാദികൾ വിൽക്കുന്ന പൊതുമാർക്കറ്റും. അൻപത്തിരണ്ട് സെന്റ് വസ്തുവിലാണ് മാർക്കറ്റുള്ളത്. മറ്റൊരിടത്ത് സർക്കാർ സ്കൂളുമുണ്ട്. ഒരു കാലത്ത് 14 ഏക്കറോളം ഉണ്ടായിരുന്ന ക്ഷേത്രഭൂമിയിൽ ഇന്ന് അവശേഷിക്കുന്നത് 7.5 ഏക്കർ മാത്രം. ക്ഷേത്ര ഉപദേശക സമിതി രേഖകളുമായി കോടതിയെ സമീപിച്ചു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവ് നൽകിയെങ്കിലും ദേവസ്വം ബോർഡ് ഭൂമി തിരിച്ചുപിടിക്കുവാനുള്ള നടപടി സ്വീകരിച്ചില്ല. ഈ ക്ഷേത്രഭൂമി ഒരുപാട് കയ്യേറപ്പെട്ടിട്ടുണ്ട്. അതായത് സർക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കയ്യേറിയുള്ളത്. പഞ്ചായത്ത് ചന്തയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നു, സ്കൂള് ആ വഴിക്ക്, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഇതിനകത്ത് നിന്ന് കയ്യേറിപ്പോയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 7.5 ഏക്കർ വസ്തുവാണ് ഇപ്പം നിലവിലുള്ളത്. മുന്നേ നമുക്ക് 14 ഏക്കറോളം വസ്തു ഉണ്ടായിരുന്നത് ഇപ്പം 7-7.5 ഏക്കർ വസ്തു മാത്രമാണ് ഇപ്പം നിലവിലുള്ളത്. അതിനകത്ത് തന്നെയാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. മാർക്കറ്റ് 52 സെന്റ് വസ്തുവാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. മാർക്കറ്റിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് പക്ഷികൾ കൊണ്ടിടുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ്. കേസിന് പോകാനുള്ള യഥാർത്ഥ കാരണം തന്നെ അതാണ്. അതായത് ഈ ക്ഷേത്രം കണ്ടില്ലേ സാറേ, നമുക്ക് അത് ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ശ്രീകോവിലില്ലാത്ത അല്ലെങ്കിൽ മേൽക്കൂര ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ ചക്കോളി പരബ്രഹ്മ. അതായത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എങ്ങനെയാണോ അതിൻ്റെ പോലുള്ള 3 ക്ഷേത്രങ്ങളൊന്നാണ് മറ്റേ നൂറിനാട് പടനിലം എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് തന്നെയാണ്. ഈ മാർക്കറ്റിൽ അറിയാലോ, മാർക്കറ്റിൽ പച്ചക്കറി അല്ലെ മീൻ, ഇറച്ചി ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് കാക്ക രാവിലെ, അതായത് രാത്രി കുത്തിപ്പറിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ രാവിലെ ക്ഷേത്രം അടച്ചു കഴിയുമ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഈ ആൽത്തറയിലും ഈ വിഗ്രഹത്തിന് മണ്ടയ്ക്കും പൂജ ഈ കളത്തട്ടിലും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ രാവിലെ വരുമ്പോൾ മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടും അശുദ്ധമാക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഭയങ്കര സമ്മർദ്ദമാണ്. അങ്ങനെയാണ് ഞങ്ങളിത് കേസിന് പോകേണ്ട കാരണം. ഓച്ചിറ, നൂറനാട്, ചക്കുവള്ളി ക്ഷേത്ര പടനിലങ്ങൾ പ്രസിദ്ധമാണ്. അതിൽ ഈ ക്ഷേത്രം മാത്രമാണ് ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. കോടതി വിധി അനുകൂലമായിട്ടും രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കുവാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല. ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഉണ്ടായിട്ടുള്ള വിധി നടപ്പാക്കേണ്ട കാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡ് അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുകയാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടൊക്കെ പല സമ്മർദ്ദങ്ങൾ കൊണ്ടൊക്കെയാണ് അത് പിന്തിരിഞ്ഞിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ കേസ് വീണ്ടും നമുക്ക് അനുകൂലമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഓച്ചിറ പടനിലവും നൂറിനാട് പടനിലം, ചക്കുവള്ളി ശ്രീ പരബ്രഹ്മ ക്ഷേത്രം, അങ്ങനെ 3 പടനിലങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളത്. ആ പടനിലങ്ങളിൽ ഒന്നാണ് ചക്കുവള്ളി ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 2 പടനിലങ്ങളും കരക്കാരാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇവിടെ മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലത്. അതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തെ ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 32 മുറി ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. അതെല്ലാം ചോർന്നൊലിച്ച് കിടക്കുകയാണ്. അതിന് വേണ്ട പരിഗണനയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ക്ഷേത്ര ഉപദേശക സമിതി നിയമ പോരാട്ടത്തിലാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് ഈ അനാസ്ഥ തുടരുമ്പോൾ ബാക്കിയുള്ള ക്ഷേത്രഭൂമി കൂടെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഭക്തർ. ജനം, കൊല്ലം.